ഇന്നൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കണ്ണൂർ സ്റ്റൈലുള്ള ഒരു ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ണൂരുകാരുടെ സദ്യയിൽ ഈ ഒരു ഇഞ്ചിക്കറി എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ എളുപ്പമാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു മൺചട്ടിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഒക്കെയാണ് ഈ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കി വെക്കുന്നത്. ഒരു ദിവസം പഴകുമ്പോഴാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ എളുപ്പമാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ഇഞ്ചി തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സ്പൂണ് തൈര്. ഇത് നല്ല കട്ടിയുള്ള തൈരാണ് ഇവിടെ കിട്ടുന്നത്. കുറച്ച് പുളിയുള്ള തൈരാണ് ഈ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ ആ ഒരു തൈര് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ, അതുപോലെ തന്നെ ഇതേ ഒരു ചെറിയ പീസ് ഇഞ്ചി. ഞാനിത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു സ്പൂണ് ഇഞ്ചിയുണ്ട്. ഇനി ഇതിലേക്കൊരു 3 സ്പൂൺ കൂടി തൈരും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്നും അരച്ചെടുക്കണ്ട. ഇതുപോലെ തൈര് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അമ്മിന്നൊക്കെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിക്ക് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പം മിക്സിയിൽ അരക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തൈര് ചേർത്തിട്ട് അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തൈര് കൂടി ചേർത്തിട്ട് അരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഉടച്ച് വെച്ച തൈര് ആ ഒരു 3 സ്പൂണ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു തേങ്ങേൻ്റെ കൂടി 3 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഉടച്ച് വെച്ച തൈരിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് കട്ടി കൂടുതൽ പോലെ തോന്നുന്നുണ്ട്, തിക്കായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാനിവിടെ തിളപ്പിച്ചാറിയ വെള്ളം ഒരു 2 സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കട്ടിക്കാണ് വേണ്ടതെങ്കിൽ അതുപോലെ തന്നെ മതി. ഞാനിപ്പോൾ കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാനേ പാടില്ല, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കടുകൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം 1/2 സ്പൂണ് കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരണം. അപ്പം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കഷ്ണിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നല്ലോണം തന്നെ കുറച്ചധികം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു തൈരിലേക്ക് ഇഞ്ചിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഇഞ്ചിക്കറി ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പിറ്റേന്നൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ചുകൂടി പുളിയൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. സാമ്പാറിൻ്റെ കൂടി ആയിക്കഴിഞ്ഞാലോ മീൻകറിയുടെ കൂടിയോ ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഇഞ്ചിക്കറി. ഇത് കണ്ണൂരുകാരും തോന്നുന്നു കൂടുതലായിട്ട് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. കണ്ണൂരിലെ സദ്യയിൽ, കല്യാണ സദ്യയിലൊക്കെ എന്തായാലും ഈ ഒരു കറി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.